ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. ഓമനപ്പേര് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. ഓരോ കണ്ടസ്റ്റൻറ്റും 2 പേരെ വിളിക്കണം. ഒന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെയും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെയും. എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരും കൊടുക്കണം. ഒരു ഇരട്ട പേര് അല്ലെങ്കിൽ ഒരു ഓമന പേര് കൊടുക്കണം. ആദ്യം വന്നത് അപ്പാനി ശരത്തായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്ന നിലക്ക് അയാൾ വിളിച്ചത് ആര്യനെയായിരുന്നു. ആര്യന് കൊടുത്ത പേര് ചിരിക്കുടുക്ക എന്ന പേരാണ്. നല്ല സ്വീറ്റ് പേര്. ഇഷ്ടമല്ലാത്ത ആളായി തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. മുള്ളൻ പന്നി എന്നാണ് അയാൾക്ക് കൊടുത്തത്. മുള്ളൻ പന്നി എന്നത് ഒരു മര്യാദയില്ലാത്ത ജീവിയാണ്. അത് കാണുന്ന എല്ലാവരുടെയും ദേഹത്ത് മുള്ളു തെറിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ അനീഷും എന്നാണ് പറയുന്നത്. രണ്ടാമതായി വന്നത് രഞ്ജിത്താണ്. ഇഷ്ടമുള്ളതായി പറഞ്ഞത് നോറയെയും ആദിലയെയുമാണ്. 2 പേരും ബട്ടർഫ്ലൈ പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് റെന ഫാത്തിമയാണ്. ഡെലുലു എന്ന പേരാണ് റെന ഫാത്തിമയ്ക്ക് കൊടുത്തത്. പിന്നെ വന്നത് ബിന്നി സെബാസ്റ്റ്യൻ. ബിന്നി സെബാസ്റ്റ്യന് ഇഷ്ടപ്പെട്ട ആളാണ് സരിക. അവർക്ക് കൊടുത്ത പേരാണ് മാധുരി. മാധുരി എന്നാണ് സരികയ്ക്ക് കൊടുത്ത സ്വീറ്റ് നെയിം. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അനീഷിനെയാണ്. ചൊറിയൻ പുഴു. അടുത്തത് വന്നത് ബിൻസിയാണ്. ഇഷ്ടമുള്ളതായി തിരഞ്ഞെടുത്തത് അനുമോളെ. പാവക്കുട്ടി എന്ന ഓമന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അനീഷിനെയാണ്. ഫേക്കൂട്ടൻ. അടുത്തത് നവീൻ. ഇഷ്ടമുള്ളതായി പറഞ്ഞത് അനുക്കുട്ടിയെ. ക്യൂട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അനീഷിനെയാണ്. വെരുകണ്ണി എന്നാണ് പറഞ്ഞത്. വെരുകണ്ണിനോ വെരുകുണ്ണിനോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ വന്നത് റെനയാണ്. ഇഷ്ടമുള്ളത് ജസീലിൻ. ഇഷ്ടമല്ലാത്തത് ഒനിയൽ സാബു, അടുക്കള വീരൻ. അടുത്ത് വന്നത് ആര്യൻ. ഇഷ്ടമുള്ളവരായി പറഞ്ഞത് അപ്പാനി ശരത്ത്, അപ്പുക്കുട്ടൻ എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തത് മുൻഷി, മുഴിനി എന്നാണ് അയാൾക്ക് കൊടുത്ത പേര്. അടുത്ത് വന്നത് ഒനിയൽ. ഇഷ്ടമുള്ളതായി പറഞ്ഞത് റെന ഫാത്തിമയാണ്. റെനയെ സെർലാക്ക് എന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അനീഷിന് കൊടുത്ത പേര് റേഡിയോ എന്നാണ്. പിന്നീട് വന്നത് അക്ബർ. അക്ബർ ഇഷ്ടമുള്ള വ്യക്തിയായി പറഞ്ഞത് ഒനിയൽ സാബു, മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തത് രേണുവിനെയാണ്. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ് കൊടുത്തത്. അടുത്തത് ഷാനവാസാണ് വന്നത്. ഇഷ്ടമുള്ളതായി പറഞ്ഞത് അക്ബറിനെയാണ്. ടുട്ടുമോൻ എന്നാണ് പറഞ്ഞത്. ഇഷ്ടമില്ലാത്ത ആളായി പറഞ്ഞത് മുൻഷിയെ, ഫ്രീക്കൻ എന്നാണ് വിളിച്ചത്. നെക്സ്റ്റ് വന്നത് അഭിലാഷ്. ഒനിയൽ സാബുവിനെയാണ് ഇഷ്ടമുള്ളതായി പറഞ്ഞത്. മച്ചാൻ എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് മുൻഷി, ഇരുതല മൂരി എന്നാണ് പറഞ്ഞത്. പിന്നെ വന്നതാണ് ശൈത്യ. ശൈത്യക്ക് അനുമോളെയാണ് ഇഷ്ടം. പിങ്കി എന്നാണ് അനുമോൾക്ക് കൊടുത്ത ഇരട്ട പേര്. അനീഷാണ് ഇഷ്ടമില്ലാത്ത വ്യക്തി. ടിൻഡുമോൻ എന്ന പേര് കൊടുത്തു. നെക്സ്റ്റ് വന്നത് സാരികയാണ്. ഇഷ്ടമുള്ളത് ആദില നൂറ, ബ്ലൂ ലഗൂൺസ് എന്നാണ് അവർക്ക് കൊടുത്ത പേര്. ഇഷ്ടമല്ലാത്തതായി സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അട്ടർ വേസ്റ്റ് എന്നാണ് അനീഷിന് കൊടുത്ത പേര്. പിന്നെ വന്നത് രേണുവാണ്. രേണുവിന് ഇഷ്ടമുള്ളതായി തിരഞ്ഞെടുത്തത് ആദില നൂറയാണ്. മിട്ടു, മിന്നു അങ്ങനെയാണ് അവർക്ക് കൊടുത്ത പേര്. പിന്നെ ഇഷ്ടമല്ലാത്തതായി രേണു പറഞ്ഞത് അക്ബർ ഖാനെയാണ്. അക്ബറിനെ വേട്ടപ്പട്ടി എന്നാണ് രേണു പറഞ്ഞത്. പിന്നെ വന്നത് സരികയാണ്. ഇഷ്ടമുള്ളതായി മുൻഷിയെയാണ് പറഞ്ഞത്. ആക്റ്റീവ് എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തത് റെന ഫാത്തിമേന, 2K കിട്ട് അങ്ങനെ എന്ത് പേരാണ് പറഞ്ഞത്. പിന്നെ അനു ആണ് വന്നത്. അനു ഇഷ്ടമുള്ളതായി പറഞ്ഞത് നവീനെയാണ്. ഉണ്ണിക്കുട്ടൻ എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അക്ബറിനെയാണ്. പാഷാണത്തിൽ കൃമി എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ജസീലിന് ഇഷ്ടമുള്ളത് ആര്യനെയാണ്. കൺമണി എന്ന പേര് കൊടുത്തു. ഇഷ്ടമല്ലാത്തത് ശരത്ത്, റൗഡി എന്ന പേരും കൊടുത്തു. നെക്സ്റ്റ് നൂറ ഇഷ്ടമുള്ളത് ശരത്തിനെയാണ്. അണ്ണാറക്കണ്ണൻ എന്ന പേരാണ് കൊടുത്തത്. ഇഷ്ടമല്ലാത്തത് അനീഷ്, മിസ്റ്റർ അപ്പി. നെക്സ്റ്റ് അനീഷാണ്. അനീഷിന് ഇഷ്ടമുള്ള വ്യക്തി റെന, പൂവാണ് എന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ലാത്തതായി പറഞ്ഞത് അനുവിനെയാണ്. ചതിയെത്തി എന്നാണ് പറഞ്ഞത്. ഇതിൽ ഇഷ്ടമല്ലാത്തതായി കൂടുതൽ പേരും തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്.
കുറേ അധികം വെറൈറ്റി ഓമന പേരുകളാണ് അനീഷിന് കിട്ടിയത്. പിന്നെ ഇതിൽ അക്ബർ രേണുവിന് കൊടുത്ത പേര് കുറച്ച് കൂടിപ്പോയി. അയാൾ അത് പറയുമ്പോൾ രേണുവിൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. വല്ലാത്ത സങ്കടവും വിഷമവും ഉണ്ടായിട്ടുണ്ട് രേണുവിന്. ഏതായാലും ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായി കണ്ട് മുന്നോട്ട് പോവുക. ഈ അക്ബർ ഖാൻ നന്നായി പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് ഒരു ബഹുമാനമൊക്കെ തോന്നിപ്പോയ ഒരു ആളായിരുന്നു. നല്ലൊരു വ്യക്തി എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ അയാൾ പറഞ്ഞ സെപ്റ്റി ടാങ്ക് പോലെ തന്നെയാണ് അയാളുടെ മനസ്സ് എന്ന് ഇപ്പോൾ മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.